നെട്ടയം മലമുകളിൽ നടന്ന സംഘർഷങ്ങൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ പരിധിയിലാണ്. DGP ശ്രീലേഖ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആ ഒരു മണ്ഡലത്തിൽ നടന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഒരു വർഗീയ ലഹളയായിട്ട് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ മാറേണ്ട ഒന്നായിരുന്നു. ഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. അതിൽ വേണ്ടത്ര സമന്വയം പാലിച്ച തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ അതിൻ്റെ പരിസരങ്ങളിലെയും എല്ലാ പൗരന്മാരെയും ഞാൻ അഭിനന്ദിക്കുക. ഇവിടെ നടന്ന സംഘടനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ കാരണം എന്തോ ആയിക്കോട്ടെ, BJPയുമായിട്ട് ബന്ധമുള്ള ഒരു സ്ത്രീ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ആൾ നഗ്നതാ പ്രദർശനം നടത്തി അത് ചോദിക്കാൻ ചെന്നവരെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നൊക്കെയുള്ള പരാതികളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പാർട്ടിയാണ് പ്രശ്നം. ആ പാർട്ടിയാണ് പ്രശ്നമാകുന്നത്. സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ പാർട്ടി അതിനെ അപലപിക്കേണ്ടതിന് പകരം അതിനെ പിന്തുണയ്ക്കുന്നു. ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ പ്രശ്നം ഇത്രയും വഷളായത്. അപ്പോൾ ഇതിൽ പോലീസിനെതിരെ പ്രതികരിച്ച പ്രതികളിൽ ചിലരെ ഇടപ്പഴിഞ്ഞിയിലുള്ള ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയും മറ്റോ ചെയ്തു. ആ പേര് പറഞ്ഞ് ആ പഴി പറഞ്ഞ് അമ്പലത്തിനുള്ളിലേക്ക് ഇരച്ചു കയറി പോലീസ് അവിടെയുള്ള മതഗ്രന്ഥശാലയിലെ മതപാഠശാലയിലെ ഒക്കെ പുസ്തകങ്ങളും പ്രധാനപ്പെട്ട രേഖകളും ഒക്കെ തന്നെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നശിപ്പിക്കുകയും വലിച്ചെറിയുകയും ചെയ്യും. ഇതൊരു തീപ്പൊരിയാണ് കേട്ടോ. ഈ വർഗീയ വികാരം എന്ന് പറയുന്നത് ഒരു വെടിമരുന്നുമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ തീപ്പൊരി കൊണ്ട് തൃശ്ശൂർ നടന്നതുപോലെയുള്ള ഒരു വെടിക്കട്ട് അപകടം വർഗീയമായി ഇവിടെ നടക്കാനുള്ള സാധ്യതകളാണ് പോലീസ് ഉണ്ടാക്കി വെച്ചത്. ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അമ്പലത്തിനകത്തേക്ക് കയറുക എന്ന് പറയുന്ന ഒരു വളരെ സെൻസിറ്റിവിറ്റി ഉള്ളൊരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു മതസ്ഥാപനമാണ്. അവരുടെ ഹൃദയവികാരങ്ങളെ മുറിക്കുക, മതവികാരത്തെ മുറിക്കുക, മതനിന്ദ ചെയ്യുക. ഇപ്പം മതഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മറ്റേതൊരു മതത്തിൻ്റേതായാലും ആ ഗ്രന്ഥം അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് കൊടിയ വർഗീയ ലഹളയിലേക്ക് പോകും. ഇപ്പോൾ ഗുരുഗ്രന്ഥ സാഹിബായാലും ശരി, അതുപോലെ തന്നെ ഖുർആൻ ആയാലും ശരി, ബൈബിൾ ആയാലും ശരി, അതെല്ലാം സംഭവിക്കും. പക്ഷേ ഇവിടെ ഈ സനാതന ധർമ്മം പിന്തുടരുന്ന അങ്ങനെ ഒരു ഭൗതികമായ നാശം കൊണ്ട് ആത്മാവിന് ഒരു ക്ഷരവും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു മതം അതിനോട് വളരെ വളരെ വളരെയധികം ഒരു ആത്മസംയമനത്തോടെ പ്രതികരിച്ചു എന്നുള്ളതാണ്. അതേസമയം തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കാർക്ക് ആ ഒരു സമന്വയമോ ഒന്നും പാലിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം അവരെ ഭരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ളൊരു വികാരമാണ്. ആ വികാരം ഒരു വലിയ ആളിക്കത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് വട്ടിയൂർക്കാവിൽ എത്തേണ്ടതായിരുന്നു. അതും പക്ഷേ ആളിക്കത്തിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വട്ടിയൂർക്കാവ് CIക്കും ഒക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്നു. നേരത്തെ ശ്രീലേഖ അവിടെ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തിയ സമയത്തും ഇതുപോലെയുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രചാരണത്തിനിടയിൽ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാക്കി എന്നും പറയപ്പെടുന്നു. അതെന്തായാലും കയറെ ദിവസങ്ങളായി നടന്നത്. വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയം ആയതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ചർച്ച നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ സമാധാനം പുലരുന്നുണ്ട്. അത് ഈ പോലീസിൻ്റെ മിടുക്കല്ല. വാസ്തവത്തിൽ അവിടെ ആത്മസംയമനം, ഇതിലെ ഇരയായവർ ആത്മസംയമനം നടത്തി എന്നതുകൊണ്ട് മാത്രമാണ്. അത് വളരെയധികം അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നെട്ടയം മലമുകളിൽ നടന്ന നിസാരമായിട്ടുള്ള വഴക്ക് അതൊരു സംഘർഷത്തിലേക്ക് തള്ളിവിട്ട ആൾ CI വിപിൻ ആണെന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ തൽക്കാലം അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. എത്ര ദിവസത്തേക്കാണ് അവധി എന്നുള്ളത് അറിയുന്നില്ല. എന്തായാലും അത് ശരി, നമ്മുടെ കോടതികളുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത് അതിൻ്റെ ഒരു വിചാരണ വേണ്ടത് തന്നെയാണ്. അതുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് CIക്കെതിരെ നടപടിയിലേക്ക് നീങ്ങാത്തതെന്നാണ് പോലീസ് കമ്മീഷണർ പറയുന്നത്. അതിനെ തുടർന്ന് കമ്മീഷണർ പറഞ്ഞു, അദ്ദേഹം അവധിയിൽ പ്രവേശിക്കാൻ പറഞ്ഞു. ആ ഒരു നടപടി മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്തായാലും ശരി, ഇത് BJPയെ വളരെയധികം പ്രതിഷേധങ്ങളിലേക്ക്, സ്ത്രീകൾ ഒക്കെ തന്നെ വലിയ പ്രകടനങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ജനറൽ ആശുപത്രിയിൽ പോയ തിരുവനന്തപുരം പേരൂർക്കട ജനറൽ ആശുപത്രിയിലേക്ക് പോയ ആൾക്കാർക്ക് നേരെയും പോലീസിൻ്റെ ആക്രമണം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അതെന്തായാലും ഈ കാര്യത്തിലൊക്കെ പോലീസിന് കുറച്ചുകൂടി ജാഗ്രതയും അതുപോലെ തന്നെ ശ്രദ്ധയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ആളിക്കത്തുന്ന ഒരു വർഗീയമായിട്ടുള്ള വികാരത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളതാണ്. കാരണം ഈ അമ്പലത്തിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല. അപ്പോഴാണത് വർഗീയമായത്. അതുവരെ രാഷ്ട്രീയമായിരുന്നു.
BJPയും CPM തമ്മിലുള്ള രാഷ്ട്രീയ ഒരു പോരാട്ടമായിരുന്നു. ഇപ്പോൾ CPMക്കാരെ അവിടെ INTUCക്കാർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പറയേണ്ട കോൺഗ്രസ്, അവിടെ അക്കയും രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ അവിടുത്തെ ഫർണിച്ചറുകളും അതുപോലെ മതഗ്രന്ഥശാലയും പുസ്തകങ്ങളുമൊക്കെ ചവിട്ടിമതിക്കപ്പെടുമ്പോൾ, കത്തിച്ചില്ലെങ്കിൽ തന്നെ അവയെ അവനിക്കുമ്പോൾ, അതിൻ്റെ മേൽ ചവിട്ടുമ്പോൾ, പോലീസിൻ്റെ ബൂട്ട്സിൻ്റെ ചവിട്ടുകൾ വീഴുമ്പോൾ നിന്ദിക്കപ്പെടുകയാണ്. ആ വിശ്വാസികൾക്ക് ഹൃദയവേദന ഉണ്ടാവുകയാണ്. പ്രതികൾക്കല്ല, പ്രതികൾക്ക് പ്രതികാര മനോഭാവമേ ഉണ്ടാവും. പക്ഷേ ആ മതത്തെ ആരാധിക്കുന്ന, ആ അമ്പലത്തിൽ വിശ്വസിക്കുന്ന, അവിടെ വന്ന് ആരാധിക്കുന്ന, തൊഴുത പ്രദക്ഷിണം വയ്ക്കുന്ന ആളുകളെയെല്ലാം വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടത്ര ഒരു സർഗാത്മകത അല്ലെങ്കിൽ ഒരു സെൻസിറ്റിവിറ്റി പോലീസിന് ഉണ്ടാവേണ്ടതാണ്. കാരണം ഏത് നിമിഷവും പടർന്നു പന്തലിക്കാവുന്ന ഒരു വർഗീയ കലാപമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ തീയെടുത്താൻ ഫയർഫോഴ്സിനെ കൊണ്ട് പറ്റില്ല. അതാണ് ഇത് വലിയ പ്രശ്നമായിത്തീരുന്നത്. ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളിൽ നിന്നാണ് വർഗീയ കലാപങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നല്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊക്കെ എപ്പോഴും ആശയ സംവാദം നടക്കാറുണ്ട്, ആശയ സംഘർഷം നടത്താറുണ്ട്. അതാണ് ശരിയായ രീതി. ഇവിടെ പോലീസ് ഈ സിറ്റുവേഷൻ കൂടുതൽ വഷളാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ഒരു പരാതിയാണ് പൊതുവെ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരുപക്ഷെ BJP ആയതുകൊണ്ടായിരിക്കാം പത്രങ്ങൾ ഇതിനെ വലിയ അമിത പ്രാധാന്യം നൽകാതെയും കാത്തു സൂക്ഷിച്ചു. പക്ഷേ തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ, നഗരത്തിൽ പ്രത്യേകിച്ചും പൂന്തുറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്, കേട്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇവിടെ ഈ ഹൃദയത്തിലെ അങ്ങനെയൊരു മത സംഘർഷം ഒന്നും തന്നെ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളതാണ്. അവിടെ ഇങ്ങനൊരു സംഘർഷം ഉണ്ടാകാതിരുന്നത് തന്നെ അവരുടെ ആ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് അത് പോലീസിൻ്റെ മിടുക്കുകൊണ്ടല്ല എന്നുള്ളതാണ്. വർഗീയ സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടിയല്ല പോലീസ് ഇവിടെ ശ്രമിച്ചത്, വർഗീയ സംഘർഷത്തിന് തീപ്പൊരി കൊളുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതെന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അതൊരു വർഗീയ സംഘർഷത്തിലേക്ക് നീങ്ങാതിരുന്നത് വളരെ വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഭാഗ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അതിനു വേണ്ടിയിട്ട് അത്രയും ആത്മസംയമനം കാണിച്ച എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും മെയ് 4 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരും. അതിനുശേഷം പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരും. ഇത് ചവറ്റുകൊട്ടയിലേക്കോ അല്ലെങ്കിൽ കാർപ്പറ്റിനടിയിലേക്കോ മാറ്റിവെക്കാൻ പാടുള്ളതല്ല. കാരണം ഇനിയും ഇതുപോലെയുള്ള സംഘർഷങ്ങളും വർഗീയ ചുവയുള്ള കലാപങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട ഒരു സംയമനത്തിലേക്കാണ് എത്തിച്ചു. ഏത് മത ആരാധനാലയമായാലും അവിടേക്ക് കടന്നു ചെല്ലുക പോലീസ് ഒന്നാലോചിച്ചിട്ട് വേണം. കലാശാലകളിലേക്കായിട്ടും അത് വേണം. കാരണം കലാപം ആളിപ്പടരാണ്ടയാക്കും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മാറാട് സംഘർഷത്തിൻ്റെ സമയത്ത് തോക്കുകൾ വെച്ചിരുന്ന മുറിയിൽ നിസ്കാരം പോലീസ് നിരോധിച്ചു. അവിടെ നമ്മുടെ അന്നത്തെ ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി അവിടേക്ക് ചെന്നിട്ട് അതിനെ ധിക്കരിച്ചുകൊണ്ട്, നിയമം ലംഘിച്ചുകൊണ്ട് ഞാൻ പോയി ആരാധിക്കും, നിസ്കരിക്കുമെന്ന് പറഞ്ഞു. അത് വർഗീയ സംഘർഷം കൂട്ടാനേ ഉപകരിക്കുകയുള്ളൂ. കാരണം ആയുധങ്ങൾ വെച്ചിരുന്നത് കൊണ്ടാണ് ആ പള്ളിയിലേക്ക് പ്രവേശനം നിരോധിച്ചത്. ഈ അഹമ്മദ് എന്ന് പറയുന്ന മന്ത്രിയാണ് അങ്ങനെ ചെയ്തത്. ഈ വർഗീയമായ വികാരം ആളിക്കത്തിക്കാൻ ഇടയാക്കുന്ന പ്രവൃത്തികളാണത്. ആയുധങ്ങളുണ്ടായി, തീർച്ചയായിട്ടും ഈ അമ്പലത്തിൽ ആയുധങ്ങൾ വല്ലതും കണ്ടെത്തില്ലെങ്കിൽ അത് സീൽ ചെയ്യണമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. മതഗ്രന്ഥങ്ങളും മതപാഠശാലയിലെ ഉപകരണങ്ങളുമാണ് കണ്ടത്, കസേരകളുമൊക്കെ. അതാണ് തകർത്തത്. അവിടെയാണ് പോലീസിന് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയലാണ് പോലീസ് ഫെയർ ആൻഡ് ഫേം ആയിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണം. മറ്റവരുടെ ബാറ്റണേക്കാളിലും അവരുടെ ലാത്തിയേക്കാളിലും ഏറ്റവും വലിയ ഒരു ഉപകരണം തന്നെയാണ് ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അത് പോലീസിന് ആവശ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ രാജ്യം കുട്ടിച്ചോറായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.